ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ ആ 1 കോടി രൂപയുടെ ചെക്ക് കിട്ടിയ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇനിയിപ്പോ സരുവിനെ വിട്ടിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, അവളുടെ സ്വത്തും സ്വർണ്ണമൊക്കെ ഇനി ആർക്ക് വേണം, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് നാട് വിടണം എന്ന് വിചാരിച്ചിട്ട് മനോഹർ വേഗം തന്നെ സരുവിന്റെ അടുത്തേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ സരുവിന്റെ അടുത്തേക്ക് പോകുമ്പോ സരു ചോദിക്കണ്ടേ, എന്താ മനുവേട്ട 2 ദിവസമൊക്കെ ആയിട്ട് മനുവേട്ടൻ ഭയങ്കര തിരക്കിലാണല്ലോ, ഇപ്പൊ ഇവിടെ വരുന്നു പോലും ഇല്ല എന്ന് പറയുമ്പോ, എന്റെ മോളും ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ കമ്പനിക്കാരെ മീറ്റിംഗിന് വേണ്ടി അവരിവിടെ വന്നിരിക്കുകയാണ്, അവരായിട്ടുള്ള മീറ്റിംഗും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മോൾക്ക് കഴിഞ്ഞ ദിവസം 1 കോടി രൂപയുടെ ചെക്ക് തന്നില്ലേ, അതൊക്കെ ശരി തന്നെയാണ് മനുവേട്ട. എന്നാ പിടിച്ചോ, അടുത്ത 1 കോടി കൂടി. ഇതെന്താ മനുവേട്ട, വീണ്ടും 1 കോടി രൂപയുടെ ചെക്കോ? അതേ മോളെ, 1 കോടി എന്നല്ല, ശരിക്കും 15 കോടിയാണ് അഡ്വാൻസ് തരാന്ന് പറഞ്ഞത്. ഇപ്പൊ 2 കോടി, ഇനി അടുത്ത ദിവസങ്ങളിൽ ഓരോ കോടി വെച്ച് തരും. അങ്ങനെ 15 കോടി തരും. ബിസിനസ് കഴിഞ്ഞാൽ 30 കോടിയാ കിട്ടാൻ പോണത്. അങ്ങനെ നമ്മൾ കോടികളാണ് മോളെ കൈമാറാൻ പോണത്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയില്ല മോളെ, എനിക്ക് കോടികളുടെ ബിസിനസ് അങ്ങ് അമേരിക്കയിലും ജപ്പാനിലൊക്കെ ഉണ്ട്. പിന്നെ കൊറിയൻ കമ്പനിക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ബിസിനസിന് വേണ്ടിട്ട് ഇങ്ങനെ വന്ന് കാല് പിടിക്കുന്നുണ്ട്. ഞാൻ സമ്മതിച്ചത്. എന്റെ മനുവേട്ട, എന്നാലും 2 കോടി രൂപ ഒക്കെ എന്നെ ആദ്യമായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കണത്. അതേ മോളിന് എത്ര കോടി രൂപ കയ്യിൽ പിടിക്കാൻ പോണെന്ന് അറിയാവോ അമ്മേ? ഇത് കണ്ടോ അമ്മേ, ദേ മനുവേട്ടന് 2 കോടി രൂപയാ കൊറിയൻ കമ്പനിക്കാരായിട്ടുള്ള ബിസിനസിന് കിട്ടിയിരിക്കണത് എന്ന് പറയുമ്പോ ഷാരി ആ ചെക്ക് നോക്കുന്നുണ്ട്. ശരിയാണല്ലോ, ഈ ചെക്കിൽ 1 കോടി രൂപ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഷാരി മനോഹറിനെ സൂക്ഷിച്ചു നോക്കുവാണ്. മനോഹർ പണ്ട് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കൊന്നും വേണ്ട, ഇത് കറക്റ്റ് പൈസയാണ്, അല്ലാണ്ട് തട്ടിപ്പൊന്നും അല്ല എന്നിങ്ങനെ പറയാണ്. നിങ്ങളുടെ ഭർത്താവിനെ പോലെ തട്ടിപ്പും വെട്ടിപ്പും മേടിച്ച് മറ്റുള്ള പണവും കൊതിച്ച് നടക്കണമെന്നല്ല, ഇത് ബിസിനസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ പണമാണ്. മോളു, നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ പോണം മോളു. അടുത്ത ആഴ്ചയോ? അടുത്ത ആഴ്ച നമുക്ക് പോകാൻ പറ്റും മനുവേട്ട? പോണം മോളു, അടുത്ത ആഴ്ച എന്തായാലും പോണം എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാട്ടോ. ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പോവോടെ പോകും, ചിലപ്പോ നിനക്ക് പൈസ കിട്ടും, നീ ഒറ്റക്ക് പോയിരിക്കും, എന്റെ മോളിൽ നിനക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്ന് ഷാരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മ കല്യാണി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. കിരൺ ചോദിക്കണ്ടേ, എങ്ങനെയുണ്ടായിരുന്ന കല്യാണി ബർത്ത്ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഉള്ളത് നല്ലതായിരുന്നു കിരണേട്ടാ. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ പോയിരുന്നില്ലേ, കാർത്തികേശി വിളിച്ചപ്പോൾ ഞാൻ പോയിരുന്നില്ലേ ടെക്സ്റ്റൈൽസിലേക്ക്, ഗംഗപ്രസാദിനെ കണ്ടു എന്ന് പറയട്ടെ. ഞാനവിടെ പോയപ്പോഴേക്കും അവൻ ചെയ്തു വെച്ചത് എന്താന്ന് കേരട്ടന് അറിയാവോ? കാർത്തികേശി വെറുതെ അല്ല അവനെ പേടിക്കണത്. ഞങ്ങൾ പോയപ്പോ അവൻ ടെക്സ്റ്റൈൽസിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട് മനസ്സിലാക്കി അവൻ അവിടുത്തെ സ്റ്റാഫിനെ ഇടിച്ച് നിരപ്പാക്കി അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിലാക്കിയിട്ട് അയാളുടെ ഡ്രസ്സ് ഊരി അവൻ എടുത്തിട്ട് ഇട്ടിട്ട് വേഗം അവിടുന്ന് മിന്നൽ പരുവത്തിലാണ് കിരണട്ട. ഞങ്ങൾ കണ്ണടച്ച് തുറക്കും മുമ്പ് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പൊ അത്രക്ക് ഭീകരനാണ്. കല്യാണം ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതേ കിരണേട്ട, കാർത്തികേശി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ അവനെ ശരിക്കും സൂക്ഷിക്കണമെന്ന് എനിക്ക് ഇന്നത്തെ ഇതിലൂടെ മനസ്സിലായി. എന്നാലും കാർത്തിക അമ്മേന്റെ കയ്യിൽ അവന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലെന്ന് ആലോചിക്കുമ്പോ ആ കല്യാണി എനിക്ക് ഇത്ര ഒരു ഇത്, അവനൊന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ ഒരു ഫോട്ടോ പോലും അവന്റെ കയ്യിലില്ലല്ലോ. അത് വേറൊന്നല്ല, അവന്റെ ഫോട്ടോ ഫോണിൽ വെക്കണത് പോലും കാർത്തിക ചേച്ചിക്കും അമ്മക്കും ഇഷ്ടമെന്ന് പറഞ്ഞോണ്ടാ. എങ്ങനെയെങ്കിലും അവനൊന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എവിടെ വെച്ചിങ്ങനെ കണ്ടാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇല്ല കിരണേട്ട, എന്തായാലും ഇന്നത്തെ ദിവസം അവൻ വഴുതി പോയത് ശരിയാ, പക്ഷെ അടുത്ത ദിവസം അവൻ തീർച്ചയായിട്ടും ഞാനും കാർത്തികച്ചയും കണ്ടുപിടിച്ചിരിക്കും കിരണേട്ട എന്ന് പറയണം. നോക്ക് കല്യാണി, അവനെ സൂക്ഷിക്കണം. അങ്ങനത്തെ ഒരുത്തിന് അവനെങ്കിൽ അവന്റെ കയ്യിൽ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും കയ്യിൽ കാണും. അതെനിക്ക് അറിയാൻ കിരണേട്ട, എന്തായാലും വരണ്ടടുത്ത് വെച്ച് കാണാൻ തന്നെയാ വിചാരിച്ചിരിക്കുന്നത് എന്ന് കല്യാണി പറയണം. അന്ന് രാത്രി കാർത്തിക വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആരോ ബെല്ലടിക്കാട്ടോ. ഇതാരാ ഈ സമയത്ത് എന്ന് വെച്ചിട്ട് കാർത്തിക വാതിൽ തുറക്കുമ്പോ ഞെട്ടിപ്പോവാണ് ഗംഗപ്രസാദാണ് വന്നിരിക്കുന്നത്. നീ എന്താണ് വിചാരിച്ചത്, എന്നെ അങ്ങോട്ട് പിടിക്കാന്നോ? നിന്റെ ഏതോ ഒരു അനിയത്തി കല്യാണിയായിട്ട് നീ ടെക്സ്റ്റൈൽസിൽ വന്നിരുന്നല്ലോ എന്നെ പിടിക്കാനായിട്ട്, എന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറയുമ്പോ കാർത്തിക മുഖം കുനിച്ചിട്ട് നിലത്തേക്ക് നോക്കിയിരിക്കാട്ടോ. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? എടി, നിനക്കൊക്കെ ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? ആ പണവും ആ പൈസയും സ്വത്തുക്കളൊക്കെ എനിക്ക് തരുവാണെങ്കിൽ ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? എന്തിനാണ് അത് കെട്ടിപ്പിടിച്ച് കൈയിരിക്കണത്? എന്റെ അച്ഛനെങ്കിൽ മേളിലേക്ക് പോയി, ഇനി അയാളുടെ സ്വത്തുകൾ നിനക്ക് എന്തിനാണ്? അതോ സ്വത്തുക്കൾക്ക് നിനക്കും കണ്ണൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കാർത്തിക പറയണ്ട്, എനിക്ക് സ്വത്തുക്കളിലൊന്നും ഒരു കണ്ണുമില്ല എന്ന് പറയാണ്. ആ സ്വത്തുക്കൾ നശിച്ചു പോരുന്ന വിചാരിച്ചിട്ടാണ് ഏട്ടന്റെ അച്ഛൻ എന്റെ അമ്മയുടെ പേരിൽ എഴുതി കൊടുത്തത്. അതേടി, അതന്നെ എനിക്കിപ്പോ വലിയ തലവേദനയായിരിക്കണത്. നോക്ക്, നിങ്ങൾ ആ സ്വത്തുക്കൾ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഈ നാട്ടിൽ തന്നെ പോകും. പിന്നെ ഒരിക്കലും ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്തിനാ അത് വെച്ചോണ്ടിരിക്കണത്? നോക്ക്, അത് വെച്ചോണ്ടിരിക്കുന്ന തോറും നിങ്ങളുടെ ജീവനാണ് ആപത്ത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് ഇങ്ങനെ പറയാനായിരിക്കില്ല, ചിലപ്പോ നിന്റെ അമ്മയുടെ ജീവൻ എടുത്തിട്ടായിരിക്കും ഞാൻ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടുന്ന് പോകുവാണ്. കാർത്തികക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ടോ. കാർത്തിക അപ്പൊ തന്നെ കല്യാണിനെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യം പറയണ്ട. കല്യാണി, അവൻ ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്നു, ഞാനും കല്യാണി ടെക്സ്റ്റൈൽസ് പോയിട്ട് അവൻ അന്വേഷിച്ചില്ലേ, അതിനെ പകരമായിട്ട് അവൻ പറയാ എന്റെ അമ്മയുടെ ജീവൻ അവൻ എടുക്കുമെന്ന്. കാർത്തിക ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, അവൻ ആരുടെ ജീവൻ എടുക്കാൻ പോണില്ല. അടുത്ത പ്രാവശ്യം അവനെ കാണട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് കല്യാണി
എന്ന് കല്യാണിയും പറയാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആ ടെക്സ്റ്റൈൽസിൽ നമ്മുടെ കാർത്തികൻ കല്യാണിയും പോകുന്നുണ്ട്. അവിടെ ആ ടെക്സ്റ്റൈൽസ് വീണ്ടും വരുവാണ് നമ്മുടെ ഗംഗപ്രസാദ് കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് വരുമ്പോ തന്നെ കാർത്തിക പറയണ്ടത് മോളു ഗംഗേട്ടനാ നിക്കണതെന്ന് പറയാണ്. ഈ പ്രാവശ്യം നമുക്ക് പതുക്കെ അവനെ കണ്ടുപിടിക്കാം എന്ന് പറയാണ്. പെട്ടെന്ന് ഗംഗപ്രസാദ് ഇവരെ കാണുന്നുണ്ട്. ഗംഗപ്രസാദ് വേഗം മാസ്ക് ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് മാറി ഒരു മൂലക്ക് മാറി ഒതുങ്ങിയിരിക്കുക കേട്ടോ. കല്യാണി കറക്റ്റ് ആയിട്ട് ഗംഗപ്രസാദിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ തോണ്ടി വിളിക്കുവാണ്. ഞെട്ടിപ്പോവാണ് ഗംഗപ്രസാദ് കല്യാണിനെ കാണുമ്പോ തന്നെ. കല്യാണി വേഗം മാസ്ക് ഇങ്ങനെ മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഗംഗപ്രസാദ് സമ്മതിക്കാതെ ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോട്ടോ. പക്ഷെ കല്യാണിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. കാരണം ജെറീനെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. ജെറിയുടെ എന്തൊക്കെയോ ഈ ഗംഗപ്രസാദിന് ഒരു സംശയം, അതായത് അയാളുടെ ആ രൂപവും ഭാവമൊക്കെ തന്നെയാണല്ലോ ഇയാൾക്കും എന്ന രീതിയിൽ കല്യാണിയെ കണ്ണു മാത്രമേ കണ്ടുള്ളൂ. ആ കണ്ണ് കണ്ടപ്പോ തന്നെ കല്യാണിക്ക് സംശയം തോന്നുവാട്ടോ. അങ്ങനെ കല്യാണി പറഞ്ഞിട്ട് ഈ പ്രാവശ്യം അയാൾ വഴുതിപ്പോയി. പക്ഷെ കാർത്തിക ചേച്ചി ഞാൻ ഉറപ്പ് തരുവാണ് അടുത്ത പ്രാവശ്യം ഇയാളെ ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കാർത്തിക വീട്ടിലേക്ക് വരും കേട്ടോ. കാർത്തികയും കല്യാണിയും ഈ കാര്യം കിരണിനോട് പറയുന്നുണ്ട്. കല്യാണി പറയണ്ട് കിരണിട്ടാ എനിക്ക് വല്ലാതെ സംശയമുണ്ട്. ജെറി എന്ന് പറഞ്ഞ ഇവിടെ വരുന്ന ആള് ഈ ഗംഗപ്രസാദ് ആണോന്ന്. എന്താ കല്യാണി നിനക്ക് അങ്ങനെ തോന്നാൻ? ഞാൻ ആ ഗംഗപ്രസാദ് മാസ്ക് എടുത്ത് മാറ്റുന്ന സമയത്ത് അയാളെ കണ്ണ് കണ്ടിരുന്നു. ജെറീനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആണോ? എനിക്കും ജെറിയിൽ ചെറിയ സംശയമൊക്കെ ഉണ്ട് കല്യാണി. അവൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരട്ടെ. കാർത്തികെ നീ എന്തായാലും ഇനി 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ നിന്നാ മതി. നിന്റെ കാർ എവിടെയെങ്കിലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാ മതി. അതാകുമ്പോഴേക്കും അവനെ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. നീ ഇല്ല വെച്ചിട്ട് അവൻ എന്നെ കാണാൻ വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് സംശയം മാറ്റാം എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഗംഗപ്രസാദ് കാർത്തിക ഇല്ല എന്നൊരു വിശ്വാസത്തിൽ കിരണിനെ കാണാൻ വേണ്ടി വരും കേട്ടോ. കിരണിനോട് കല്യാണി ചോദിക്കണേ കിരണിന് ഇപ്പൊ എങ്ങനെയുണ്ട് കല്യാണി? കുഴപ്പമൊന്നുമില്ല ചെറിയേട്ടൻ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴേക്കും ജെറി നോക്കുമ്പോൾ ഗംഗപ്രസാദ് നോക്കുമ്പോൾ കിരണിനെ കാണുന്നില്ല കേട്ടോ. അയ്യോ ഇവിടെ കിടന്നിരുന്ന കിരൺ എവിടെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതേ നിൽക്കുന്നു കിരണിനെ കാണുമ്പോഴേക്കും ജെറി ഞെട്ടിപ്പോണേ. കിരണിനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അതേടാ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. കാർത്തികെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കാൻ. അപ്പൊ കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തികനൊക്കെ കാണുമ്പോഴേക്കും ജെറി ആകെ ഞെട്ടിപ്പോട്ടോ. ജെറിക്ക് മനസ്സിലായി താനാ പിടിക്കപ്പെട്ടു എന്ന്. ജെറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വാതിലടക്കാണ് ദീപയും അതുപോലെ തന്നെ താരയും കൂടിയിട്ട്. ജെറിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കിരൺ അപ്പൊ തന്നെ ജെറിയുടെ അടുത്തേക്ക് വരുമ്പോ ജെറി അരയക്കെട്ടിൽ ഇരിക്കുന്ന തോക്കും കത്തിയൊക്കെ എടുക്കാണ്. അടുത്ത് വരരുത്, അടുത്ത് വന്നാൽ നിനക്ക് പ്രിയപ്പെട്ട ഇതിൽ ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. ചിലപ്പോ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റും, പക്ഷെ അതിനു മുമ്പ് ഇവിടുത്തെ ആരുടെയും ഒരാളുടെ ജീവൻ എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ഗംഗപ്രസാദ് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിക്ക് കാർത്തികക്ക് നേരെ കത്തിയൊക്കെ ഇങ്ങനെ പിടിച്ച് കുത്താൻ വേണ്ടി പോവാട്ടോ. മിക്കവാറും കാർത്തികക്കെല്ലാം കല്യാണിക്ക് മിക്കവാറും ഒരു കുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും കാർത്തികൊക്കെ തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല. ഗംഗപ്രസാദിനെ പിടിക്കുന്ന എപ്പിസോഡ് ആയതുകൊണ്ടിട്ടായിരിക്കും ഇതൊരു ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടില്ല. ഉച്ചക്ക് മുമ്പാണ് ഒറിജിനൽ എപ്പിസോഡ് വരെയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.